കന്നിമാസം 5-ാം തീയതി വന്നെത്തി. അന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു. പ്രകൃതി കണ്ണുനീർ പൊഴിച്ച് നിശ്ചേഷ്ടയായി നിന്നു. ഉച്ചയായപ്പോഴേക്കും മാനം ശരത്കാലത്തേതുപോലെ നല്ലവണ്ണം തെളിഞ്ഞു. തൃപ്പാദങ്ങൾ കൽപ്പിച്ച പ്രകാരം അന്ന് എല്ലാവർക്കും ഭക്ഷണം നൽകി സായാഹ്ന സൂര്യൻ പശ്ചിമാകാശത്തിലണഞ്ഞു. തത്സമയം ഗുരുദേവ ശിഷ്യനായ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ തൃപ്പാദ സന്നിധിയിൽ യോഗവാസിഷ്ടം ജീവൻ മുക്തി പ്രകരണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഏതാണ്ട് 3:15 മണിയോടടുത്തു. നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു എന്നരുളി ഗുരു കിടക്കയിൽ എഴുന്നേറ്റിരിക്കുവാനൊരുങ്ങി. തൃപ്പാദ ശിഷ്യനായ അച്യുതാനന്ദ സ്വാമികൾ ആ ദിവ്യകളേവരത്തെ താങ്ങിപ്പിടിച്ചു. അപ്പോൾ ശരീരം പത്മാസനത്തിൽ ബന്ധിച്ചിരുന്നു. 1928 സെപ്റ്റംബർ 20 കന്നിമാസം 5-ാം തീയതി ശുക്ലഷഷ്ടി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ശിവഗിരി വൈദിക മഠത്തിലെ കിടക്കയിൽ ബ്രഹ്മചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആ മഹാഗുരുവിൻ്റെ തിരുസന്നിധിയിലുണ്ടായിരുന്ന തൃപ്പാദ ശിഷ്യന്മാർ ഉപനിഷത്ത് സാരസർവസ്വമായ ദൈവദശകം ആലാപനം ചെയ്തു തുടങ്ങി. താൻ സജാതീയ വിജാതീയ സ്വഗത ഭേദശൂന്യമായ പരബ്രഹ്മസ്വരൂപമാണെന്ന പരിപൂർണാനുഭൂതിയിൽ അഭയാവസ്ഥയിൽ സച്ചിദാനന്ദ സ്വരൂപനായി പരമ്പൊരുളിൽ മൃദുവായി അമർന്നുകൊണ്ടിരുന്ന ആ ജീവൻ മുക്തൻ്റെ തിരുസന്നിധാനത്തിൽ ശ്രീ ധർമ്മതീർത്ഥ സ്വാമികൾ, സുഗുണാനന്ദഗിരി സ്വാമികൾ, അച്യുതാനന്ദ സ്വാമികൾ, നരസിംഹസ്വാമികൾ തുടങ്ങിയ ശിഷ്യന്മാരും ബ്രഹ്മചാരികളും ചേർന്ന് തൃപ്പാദവിരചിതമായ ദിവ്യസ്തോത്രങ്ങൾ ഈണത്തിൽ ഭക്തിനിർഭരമായി ആലാപനം ചെയ്തുകൊണ്ടിരുന്നു. സാന്ദ്രവും ദിവ്യവുമായ നിർവാണത്തിൻ്റെ സാന്ദ്രസുന്ദരമായ പ്രശാന്തി എങ്ങും നിറഞ്ഞു വ്യാപിക്കവേ, ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന ഏകലോക കാരുണ്യം പ്രവചിച്ച ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ തൃക്കണ്ണുകൾ സാവധാനം അടഞ്ഞു. ഭഗവാൻ മഹാസമാധിസ്ഥനായി.